വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ആഗ്രഹം കുറച്ച് മീൻ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയ അന്നേരം സാധിക്കുന്നതാണെങ്കിൽ സാധിച്ചേക്കണം. പിന്നീട് അത് നടന്നില്ലെങ്കിലോ? അപ്പോൾ കുറച്ച് മീനൊക്കെ മേടിച്ചു. ഇനി വീട്ടിൽ പോയി ഉണ്ടാക്കണം. അത് ചെറിയ പണിയാണെങ്കിലും ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സംതൃപ്തി കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ. മീനൊക്കെ വെട്ടിയാൽ മേടിച്ചു, എന്നാലും നമ്മളൊന്ന് കഴിക്കണം. മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഒത്തിരി ഒന്നുമില്ല, ചെറിയ കുരുമുളകും കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്തൊരു മസാല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിടിക്കട്ടെ. പിന്നെ കുറച്ച് വെജിറ്റബിൾ ഇരിപ്പുണ്ടായിരുന്നു. അത് ഇനിയും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാശ് പോകും, ചീഞ്ച് പോകും. അപ്പോൾ ഒന്ന് എന്തെങ്കിലും കൂട്ടിയൊക്കെ ഇതിന് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം. ഇത് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, കളയായിരിക്കണമല്ലോ. ആ ഗ്യാപ്പിൽ മീൻകറിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല മുളകും കുടംപുളിയൊക്കെ ഇട്ട അടിപൊളി ഒരു മീൻകറി. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ പഠിച്ചാട്ടോ. എന്ന് വെച്ച് ഞാൻ വലിയ ഷെഫൊന്നുമല്ല. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടും കേട്ടും ഒക്കെ അമ്മയുടെ അറിവൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയത് പുട്ടാട്ടോ. രാത്രി ചോറ് കഴിക്കുന്നതാണ് നല്ലത്. കുറച്ച് പുട്ടോ ദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതാണല്ലോ. പുട്ടും ആ മീൻകറിയുടെ ചാറും എല്ലാം കൂടെ കൂട്ടി, പിന്നെ ആ വെജിറ്റബിളോട് കൂട്ടി നിങ്ങൾക്ക് പിടിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എന്ത് ആഘോഷം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പറയുമല്ലോ കേട്ടോ, എനിക്കിഷ്ടമായി. ഇഷ്ടപ്പെട്ടതല്ലേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ലല്ലോ അല്ലേ. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കറിയും മീൻ കറിയൊക്കെ ആയിരുന്നു. അപ്പം സന്തോഷമായിട്ട് കഴിച്ചു. പിന്നെ രോഹു എന്ന് പറഞ്ഞ മീനാട്ടോ. ആ രോഹു പല നാട്ടിലും പല പേരായിരിക്കും. ഇവിടെ രോഹു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ കാണാം. ബൈ.